അപ്പോൾ 2025 ഒക്കെ കഴിയാറായില്ലേ, അപ്പോൾ ഒരു വിഷൻ ബോർഡ് ചെയ്താലോ? ഒരുപാട് യൂട്യൂബേഴ്സ് വിഷൻ ബോർഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ചെയ്താലോ എന്ന്. വിഷൻ ബോർഡ് ചെയ്തു വെച്ചാൽ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ വിഷൻ ബോർഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ നിങ്ങൾക്കൊരു ന്യൂ ഫോൺ വാങ്ങിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഡ്രൈവിങ് പഠിക്കണം, പുതിയ ജോബ് കിട്ടണം, അങ്ങനെ എന്തെങ്കിലും എത്രയും ചെറിയ ചെറിയ കാര്യമാണെങ്കിലും അതൊക്കെ വിഷ്വൽ ചെയ്ത് വെക്കുന്നതാണ് വിഷൻ ബോർഡ്. അതായത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന പിക്ചേഴ്സ്, മോട്ടിവേഷൻ കോഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒരു കാർഡ് ബോർഡോ ഫോം ബോർഡോ ചാർട്ട് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുക. അതായത് സ്റ്റഡി ടേബിളിലോ ബെഡ് ഏരിയയിലോ അങ്ങനെ എവിടെയെങ്കിലും. ഇത് നമുക്ക് ഡിജിറ്റലായിട്ടും ചെയ്യാൻ പറ്റും. ക്യാൻവ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഇതുപോലെയുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വാൾപേപ്പറായിട്ടോ അങ്ങനെ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. വെറുതെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നല്ല കേട്ടോ. നമ്മൾ ഗോൾസൊക്കെ വെറുതെ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചാൽ നമ്മളത് എപ്പോഴും എടുത്തു നോക്കണമെന്നില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മളത് മറന്നു പോകും. ബട്ട് ഇതുപോലെ വിഷൻ ബോർഡ് ചെയ്ത് വെച്ചാൽ നമ്മളത് ഡെയിലി കാണും, അതേക്കുറിച്ച് ചിന്തിക്കും. അപ്പം നമുക്കത് അച്ചീവ് ചെയ്യാനുള്ളൊരു ഇത് വരും. അപ്പം നമ്മളതിന് വേണ്ടി വർക്ക് ചെയ്യും, ട്രൈ ചെയ്യും. സിൻസിയറായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മളതെന്തായാലും അച്ചീവ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ അതവിടെ വിഷ്വൽ ചെയ്ത് വെച്ചെടുത്തേ ഉണ്ടാവും. പിന്നെ നമ്മൾ ലൈഫിൽ എപ്പോഴും സക്സസ് ആയിരിക്കണം. നമ്മളാരും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കണം. മറ്റുള്ളവർക്ക് പറഞ്ഞ് കളിയാക്കാനുള്ള ഒരിതാവാൻ പാടില്ല നമ്മുടെ ലൈഫ്. നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവർ സക്സസ് ആവുന്ന നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും സക്സസ് ആവാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇയർ തുടങ്ങിയിട്ട് ചെയ്യുക, അത് വെക്കണ്ട, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നാളെ എന്ന് പറഞ്ഞിരുന്നാൽ നാളെ തന്നെ ഒരിക്കലും നമ്മൾ തുടങ്ങാറുണ്ടാവില്ല. അപ്പോൾ കഴിയുന്നത്രയും പെട്ടെന്ന് തുടങ്ങാൻ നോക്കാം. അപ്പോൾ വിഷൻ ബോർഡ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. നമുക്ക് നമ്മളെ ഗോൾസും കാര്യങ്ങളും എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മളെ ആഗ്രഹങ്ങൾ, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ വാങ്ങിക്കണം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതായത് ഒറ്റയ്ക്കൊരിടത്തിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നിട്ട് മനസ്സിലാക്കണം. നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾക്കിനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതൊക്കെ നമ്മളൊരു സ്ഥലത്ത് എഴുതി വെക്കാം. അത് അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. ഞാൻ പിൻട്രസ്റ്റ് നിന്നാണ് കേട്ടോ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ടുള്ളത്. പിൻട്രസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളും പിന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കോഡ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പിക്ചേഴ്സ് എടുത്ത് വെക്കുക. അത് എത്ര പിക്ചേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ ഇതനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഞാൻ ഒരു A3 ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഒരു A3 ഫുള്ളും പിന്നെ ഒരു ഷീറ്റ് 1/4 ഭാഗം ആയിട്ടാണ് ചെയ്തത്. അത് നിങ്ങൾ കളക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് അനുസരിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ നോർമൽ പ്രിൻ്റാണ് കേട്ടോ, നോർമൽ ഷീറ്റിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതന്നെ പ്രിൻ്റ് എടുക്കാമെന്ന്. കാരണം നമുക്കത് വെറുതെ അവിടെ ഷോ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ, വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷീറ്റ് തന്നെ പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോഷീറ്റും എടുക്കാം. അത് കുറച്ച് ക്ലാരിറ്റി കൂടുതലായിരിക്കും, ബഡ്ജറ്റും കൂടുതലായിരിക്കും, ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ എക്സ്പെൻസ് ആയിരിക്കും. അപ്പം ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 2 ഷീറ്റൊക്കെ എടുക്കാറുണ്ടല്ലേ, അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ഈ ഒരു ഷീറ്റിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാണ്. ഞാൻ ഇതോരോന്ന് കട്ട് ചെയ്യുമ്പോൾ ഓരോ പിക്ചേഴ്സും ഇങ്ങനെ നോക്കി ഇമാജിൻ ചെയ്യായിരുന്നു ഞാനിതൊക്കെ അച്ചീവ് ചെയ്തതായിട്ട്. അപ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. ഒരു നാൾ എന്തായാലും ഇതൊക്കെ അച്ചീവ് ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അത് മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനതിന് കാർഡ്ബോർഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാർഡ്ബോർഡ് വേണമെങ്കിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്യാം, ഫോം ബോർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതും മതി. അപ്പോൾ എത്ര ഫോട്ടോസാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഉള്ള ഒരു കാർഡ്ബോർഡ് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത പിക്ചേഴ്സൊക്കെ ഇങ്ങനെ അസംബിൾ ചെയ്ത് വെക്കാം. അതിൻ്റെ കറക്റ്റ് പ്ലേസും ഒക്കെ കറക്റ്റ് ചെയ്ത് വെക്കാം. കട്ട് ചെയ്യുന്ന പരിപാടി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നെങ്കിലും ഇത് സെറ്റ് ചെയ്യുന്ന ഇത്തിരി പാടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഞാൻ ഇത് സൈസും കാര്യങ്ങളും അത്ര ഓർഗനൈസ്ഡ് അല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്ത് വെക്കാണ്. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഡയറക്റ്റ് അതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് അത് ഒട്ടിച്ച് വെക്കാൻ കുറച്ച് പാടായിരുന്നു. എല്ലാം ഒട്ടിച്ച് വെക്കുമ്പോൾ അവിടെ ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ചെറിയ കോഡ്സും ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്ത് അത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ 2026 വിഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും നാളത്തേക്ക് വെക്കരുത്. എത്ര പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും വിഷൻ ബോർഡ് ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.